ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം. ഷഷ്ഠസ്കന്ധത്തിലെ ആദ്യത്തെ ദശകമാണ്. സ്വാത്വികനും വേദപണ്ഡിതനുമായിട്ടുള്ള അജാമിളൻ എന്ന ബ്രാഹ്മണൻ അധാർമികമായിട്ടുള്ള ജീവിതത്തിലേക്ക് വഴിതെറ്റി വീഴുന്നതും തുടർന്ന് ഭഗവത് നാമസ്മരണയിലൂടെ അന്ത്യകാലത്ത് മോക്ഷം നേടുന്നതുമാണ് ഈ കഥയുടെ പ്രധാന പ്രമേയം. ചെറുപ്പകാലത്ത് ധർമ്മിഷ്ഠനായിരുന്ന അജാമിളൻ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു മദ്യാസക്തിയായ ഒരു വേശ്യയെ കാണുകയും അവളിൽ ആകൃഷ്ടനായിട്ട് തന്റെ സദാചാര ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് അവളെ തന്റെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിലൂടെ ഉണ്ടായ മക്കൾക്ക് ലാളന നൽകി അജാമിളൻ അധാർമികമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുകയും തന്റെ ആ ദുഷ്കർമ്മങ്ങൾക്കിടയിലും അജാമിളൻ തന്റെ ഏറ്റവും ഇളയ പുത്രന് നാരായണൻ എന്ന് പേരിടുകയും അവനോടുള്ള അമിതമായ വാത്സല്യം കാരണം നിരന്തരം ആ പേര് വിളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം അജാമിളന്റെ ആയുസ് അവസാനിക്കുന്ന സമയത്ത് ഘോരന്മാരായിട്ടുള്ള യമകിങ്കരന്മാര് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എത്തുന്നു. അവരെ കണ്ട് ഭയന്ന അജാമിളൻ തന്റെ മകനായ നാരായണനെ ഉച്ചത്തിൽ നാരായണ എന്ന് വിളിക്കുന്നു. ആ ഒരു വിളി, ഭയന്ന ആ ഒരു അവസ്ഥയില് എല്ലാം മറന്ന് ആ ഒരു വിളിയിലെ വൈബ്രേഷൻ, ആ നാരായണ എന്നുള്ള ആ ഒരു വിളി എല്ലാം മറന്നുകൊണ്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ നാരായണൻ എന്ന് ഉച്ചരിച്ചതിന്റെ ഫലമായിട്ട് വിഷ്ണു പാർഷദന്മാരെത്തുകയും ആ യമകിങ്കരന്മാരെ തടയുകയും ചെയ്യുന്നു. അങ്ങനെ നാമമാത്രമായ സ്മരണയിലൂടെ അജാമിളന്റെ പാപങ്ങൾ നശിച്ചതായിട്ട് വിഷ്ണു ദൂതന്മാർ അവരെ അറിയിക്കുന്നു. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, വലിയ പാപിയാണെങ്കിലും അന്ത്യകാലത്തോ ജീവിതത്തിലോ ഒരിക്കലോ ഭഗവാന്റെ ആ നാമം ഭക്തിയോടെയോ അല്ലാതെയോ ഉച്ചരിച്ചാൽ സർവ്വ പാപങ്ങളും നശിക്കുമെന്നും മോക്ഷം ലഭിക്കുമെന്നുമാണ് അജാമിളോപാഖ്യാനം നൽകുന്ന പ്രധാന സന്ദേശം. ശ്ലോകം 1. അജാമിളോ നാമ മഹീസുര പുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോ ഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുടലാം മദാകുലാം. അജാമിളഃ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോഃ ഗിരാ കാനനം ഏത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുടലാം മദാകുലാം. ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, പുരാ പണ്ട്, ഗൃഹാശ്രമി ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ധർമ്മപദാൻ തന്റെ ആശ്രമത്തിന് യോജിച്ച ധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മാത്രം ജീവിച്ചു പോന്ന അജാമിളഃ നാമ അജാമിളൻ എന്നു പേരുള്ള മഹീസുരഃ, ആ മഹീസുരൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, പ്രസിദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ഗുരോഹോ ഗിര തന്റെ ഗുരുവായ അച്ഛന്റെ നിർദ്ദേശപ്രകാരം കാനനം ഏത്യ കാട്ടിലേക്ക് പോയി പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളും പഴങ്ങളും ദർഭകളും മറ്റും ശേഖരിക്കുവാനായിട്ട് കാട്ടിലേക്ക് പോകവേ, അങ്ങനെ കാനനം ഏത്യ കാട്ടിലെത്തിയപ്പോൾ അവിടെ സുദൃഷ്ടശീലാം ആ നല്ല ശീലമല്ലാത്തതായിട്ടുള്ള, അതായത് നേരല്ലാത്ത മാർഗത്തിലൂടെ വ്യാജ ചേഷ്ടകൾ കൊണ്ട് അന്യനെ വഞ്ചിക്കുന്നവളും മദാകുലാം മതം കൊണ്ട് മതിമറന്നവളുമായിട്ടുള്ള കുടലാം ഒരു പുംസലിയെ, അതായത് ഒരു വേശ്യ സ്ത്രീയെ ദൃഷ്ടവാൻ അവിടെ കണ്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ പണ്ട് ഗൃഹാശ്രമിയായിട്ട് തന്റെ ആശ്രമത്തിന് യോജിച്ച തരത്തിലുള്ള ധർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന അജാമിളൻ എന്ന അപ്രസിദ്ധനായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ തന്റെ അച്ഛന്റെ കൽപ്പന പ്രകാരം പൂക്കളും പഴങ്ങളും സമിത്തുക്കളും ദർഭകളും മറ്റും ശേഖരിക്കുന്നതിനായിട്ട് കാട്ടിലോട്ട് പോയി. അങ്ങനെ കാട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് വ്യാജ ചേഷ്ടകൾ കൊണ്ട് ആ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന തരത്തിലുള്ള മതം കൊണ്ട് മതിമറന്നുള്ളതായിട്ടുള്ള ഒരു പുഞ്ചലിയെ, അതായത് ഒരു വേശ്യ സ്ത്രീയെ അവിടെ കാണുവാനിടയായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോ ഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുടലാം മദാകുലാം. ശ്ലോകം 2. സ്വതപ്രശാന്തോ വിദദാഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർ ദദൗ ഭവന്നാമയുധേ സുതേരതിം.
സ്വതഃ പ്രശാന്തഃ അപി തത് അഹൃദാശയഃ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനഃ ദധൗ ഭവന്നാമയുധേ സുതേ രതിം. സ്വതഃ അങ്ങനെ സ്വതവേ പ്രശാന്തഃ അപി പ്രശാന്തചിത്തനായിരുന്നു എങ്കിലും, അതായത് സ്വതവേ ശാന്തസ്വരൂപിയായിരുന്നു അജാമിളൻ എങ്കിലും, തത് അഹൃദാശയഃ ആ സ്ത്രീയുടെ വ്യാജമായിട്ടുള്ള ചേഷ്ടകളിൽ അങ്ങനെ മയങ്ങി അവളാൽ വശീകരിക്കപ്പെട്ട് സ്വധർമ്മം ഉത്സൃജ്യ സ്വന്തം ധർമ്മത്തെ വെടിഞ്ഞ് തയാ അവളോടുകൂടി സമാരമൻ അവൾക്കൊപ്പം അങ്ങനെ രമിച്ചുകൊണ്ട് അധർമ്മചാരിയായി തീർന്നു. ധർമ്മത്തെ വെടിഞ്ഞ് അധർമ്മിയായിട്ട് തീർന്നു. അങ്ങനെ അവളിൽ ദശമീഭവൻ 10 പുത്രന്മാരുണ്ടാവുകയും ചെയ്തു. പുനഃ പിന്നീട് മേൽപ്പത്തൂർ വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇടയിലായിട്ട് അവരുടെ ആ ജീവിതത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഭാഗവതത്തില്. അങ്ങനെ അവൾക്കൊപ്പം ചേർന്നുകൊണ്ട് അധർമ്മ പ്രവൃത്തികൾ ചെയ്തു. തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം തീർന്നു പോയി. അതിനുശേഷം പിന്നീട് ആളുകളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ തുടങ്ങി. സാധു മൃഗങ്ങളെ കൊല്ലുവാൻ തുടങ്ങി. അങ്ങനെ 10 പുത്രന്മാരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ അനുഷ്ഠിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ട് അത്രമാത്രം ദുഷ്കർമ്മിയായി തീർന്നു ആ ധാർമ്മികനായിട്ടുള്ള ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്നാണ് പറയുന്നത്. അവസാനം വാർദ്ധക്യമായപ്പോഴേക്ക് ഭവന്നാമയുധേ സുതേ ഭഗവാന്റെ നാമധേയത്തിൽ ആ 10 പുത്രന്മാരിൽ ഇളയവനായ പുത്രന് നാരായണൻ എന്ന നാമമാണ് നൽകിയത്. അതാണ് പറയുന്നത് ഭവന്നാമയുധേ സുതേ ഭവന്നാമധേയത്തിലുള്ള തന്റെ ഇളയ പുത്രനിൽ രതിം ദദൗ അത്യധികം വാത്സല്യമുള്ളവനായി തീരുകയും ചെയ്തു. അങ്ങനെ സ്വതമേ ധർമ്മിഷ്ഠനായിരുന്ന ആ അജാമിളൻ അങ്ങനെ ദുഷിച്ച ആ ഒരു സ്ത്രീയുമായിട്ടുള്ള സഹവാസത്താൽ അവളുടെ ആ രീതികൾ അനുകരിച്ചുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവളോടൊത്ത് പ്രവർത്തിച്ചു പോന്നു. അങ്ങനെ അദ്ദേഹം അധർമ്മിഷ്ഠനായിട്ട് തീർന്നു. അവളിൽ അങ്ങനെ 10 പുത്രന്മാരും ജനിച്ചു. ആ പുത്രന്മാരുടെ ആവശ്യകതകളെല്ലാം സാധിച്ചു കൊടുക്കുന്നതിനായിട്ട് വേണ്ടുന്ന ധനം ഉണ്ടാകാത്തത് നിമിത്തം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം തീർന്ന് അവസാനം കണ്ടവരിൽ നിന്ന് പിടിച്ചു പറിക്കുകയും സാധു മൃഗങ്ങളെ വധിക്കുകയും അങ്ങനെ ഒരു ബ്രാഹ്മണന് ചേർന്നതല്ലാത്ത തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും അദ്ദേഹം ചെയ്തു പോന്നു. അങ്ങനെ കാലം കഴിഞ്ഞു. അവസാനം വാർദ്ധക്യത്തിലെത്തി. ആ സമയത്താണ് തന്റെ 10 പുത്രന്മാരിൽ ഒരുവന് നാരായണൻ എന്ന നാമധേയമാണ് നൽകിയത്. തന്റെ ആരംഭ ജീവിതത്തിലെ ആ ഭഗവാന്റെ ഉപാസനയിൽ നിന്ന് കിട്ടിയ ആ ഒരു ലാഞ്ചയിൽ നിന്നാകണം ഭഗവാന്റെ നാമധേയത്തോടു കൂടിയ പുത്രനിൽ അത്യധികം വാത്സല്യം ഉണ്ടായി തീരുകയും ചെയ്തു അവസാന നിമിഷങ്ങളിൽ എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ദശമീ ഭവൻ പുനർ ദദൗ ഭവന്നാമയുധേ സുതേ രതിം. ശ്ലോകം 3. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാ സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാസ്മൃതിവാസനാബലാദ് ജുഹാവ നാരായണ നാമകം സുതം. സഹ മൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ ഭിയാ പുരാ മനാഗ് സ്മൃതിവാസന ബലാത് ജുഹാവ നാരായണ നാമകം സുതം. സഹ മൃത്യുകാലേ അങ്ങനെ ആ അജാമിളന്റെ മൃത്യു സമയമടുത്തു. ആ സമയത്ത് ഭയങ്കര രൂപികളായിട്ടുള്ള 3 യമരാജകിങ്കരാൻ അദ്ദേഹത്തിനെ കൊണ്ടുപോകുവാനായിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട്, കാരണം നരക യാതനയാണ് ഇവൻ അർഹിക്കുന്നത്, അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ ഭയങ്കര രൂപികളായിട്ടുള്ള ആ യമരാജകിങ്കരന്മാര് എത്തി. അപ്പോൾ അഭിലക്ഷയൻ ഭിയാ അവരെ കണ്ട് ഭയന്ന് അജാമിളൻ പുരാമനാഗ് പണ്ട് കുറച്ചു കാലം സ്മൃതിവാസനാബലാത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ സ്മൃതിയിൽ പണ്ട് കുറെ കാലം ഭഗവാനെ അങ്ങനെ ഉപാസിച്ചിരുന്നതിലുള്ള ആ വാസനാശക്തി കാരണം നാരായണ നാമകം സുതം നാരായണൻ എന്നു പേരുള്ള തന്റെ ആ പുത്രനെ ജുഹാവ അങ്ങനെ വിളിച്ചു എന്ന് പറയുകയാണ്. നാരായണ എന്ന് അങ്ങനെ ഉറക്ക വിളിച്ചു. ആ നാരായണ എന്നുള്ള ഉറക്ക വിളിയുടെ ആ ഒരു വൈബ്രേഷൻ അങ്ങ് നാരായണന്റെ സമക്ഷം എത്തി എന്നാണ്
പറയുന്നത്. കാരണം ആ ഒരു വിളി അപ്രകാരമായിരുന്നു. ഭയന്ന് വിറച്ച് നാരായണ എന്നുള്ള ആ ഒരു വിളിയുടെ ശക്തി ഭഗവാന്റെ സമക്ഷമെത്തി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സമൃത്യുകാലേ യമരാജ കിങ്കരാൻ ഭയങ്കരാശ്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. ശ്ലോകം 4. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേതോർഭവദീയ പാർഷദ ചതുർഭുജാ പീതപഠാ മനോരമാ. ദുരാശയസ്യ അപി തത് അസ്യ നിർഗത ത്വദീയ നാമാക്ഷര മാത്ര വൈഭവാത് പുരഃ അഭിപേതുഃ ഭവദീയ പാർഷദാഃ ചതുർഭുജാഃ പീതപടാഃ മനോഹര. ദുരാശയസ്യ അപി ആ അജാമിളൻ വളരെ ദുരാചാരി ആയിരുന്നു എങ്കിലും അസ്യ അയാളുടെ പുരഃ മുന്നിൽ തത് അസ്യ ആ വായിൽ നിന്നും ആ അജാമിളന്റെ വായിൽ നിന്നും നിർഗമിച്ചതായിട്ടുള്ള പുറപ്പെട്ട ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് ഭഗവാന്റെ നാമത്തിന്റെ ആ മഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രം ചതുർഭുജാഹ 4 കൈകളോടുകൂടിയ പീതപടാഹ പീതാംബരധാരികളായിട്ടുള്ള മനോഹരാഹ അതിമനോഹര രൂപികളായിട്ടുള്ള ഭവദീയ പാർഷദാഹ ഭഗവാന്റെ ആ പാർഷദന്മാർ അഭിപേതുഹു അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അജാമിളൻ ദുരാചാരി ആയിരുന്നു എങ്കിലും അവൻ ഉച്ചരിച്ച ആ ഭഗവാന്റെ നാമത്തിന്റെ ആ മഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രം ഭഗവാൻ ആ വിളി കേട്ടു എന്ന് പറയുകയാണ്. കാരണം അജാമിളൻ അപ്രകാരമായി തീർന്നതാണ്. ചെറുപ്പത്തിൽ മുതലേ ധർമ്മിഷ്ഠനായിട്ടുള്ള ധർമാചാരങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ യാഗങ്ങളും പൂജകളും ഭഗവാന്റെ ഉപാസനയിലെല്ലാം മുഴുകി അങ്ങനെ തന്നെ കഴിഞ്ഞിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് അദ്ദേഹം. പിന്നെ കുറച്ചു കാലം ഇപ്രകാരമൊക്കെ ആയിപ്പോയി എങ്കിലും അദ്ദേഹത്തിന്റെ ആ വിളിയിൽ ആ പഴയ ഭഗവത് ഭക്തി നിഴലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാരായണ എന്നുള്ള ആ വിളി ഭഗവാൻ കേട്ടു എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്റെ പാർഷദന്മാരെ അവിടേക്ക് അയക്കുകയാണ്. അങ്ങനെ പീതാംബരധാരികളായി ഭഗവാന്റെ രൂപത്തിൽ തന്നെ ചതുർഭുജധാരികളായിട്ട് അതിമനോഹര രൂപികളായിട്ട് വിഷ്ണു ഭഗവാന്റെ ആ പാർഷദന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേതോർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമാ. ശ്ലോകം 5. അമുഞ്ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരു ദുർബലാദമി നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അമും ച സംഭാഷ്യ വികർഷതഃ ഭടാൻ വിമുഞ്ചത ഇതി ആരുരുദുഃ ബലാത് അമി നിവാരിതാഃ തേ ച ഭവജ്ജനൈഃ തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അമുംച ആ കയറാൽ, അതായത് ആ പാശത്താൽ, കാലന്റെ ആ കയറ്, അതിനെയാണ് പറയുന്നത് അമുംച സംഭാഷ്യ വികർഷതഃ. ആ കയർ കൊണ്ട് കെട്ടിവലിക്കുന്ന യമരാജകിങ്കരന്മാര് കെട്ടിവലിക്കുകയാണ് അജാമളനെ. അപ്പോൾ ആ ഭടന്മാരോടായിട്ട് വിമുഞ്ചതഃ ഇതി, നിർത്തൂ, അവനെ വിടൂ എന്ന് ആജ്ഞാപിച്ചിട്ട് ആ പാർഷദന്മാർ അമി ആ വിഷ്ണു ഭക്തന്മാരാകട്ടെ ബലമായി തന്നെ ആരുരുദുഹു അവനെ മോചിപ്പിച്ചു എന്ന് പറയുകയാണ്, സ്വതന്ത്രനാക്കി. പാർഷദന്മാര് അവനെ ബലമായി തന്നെ യമരാജ കിങ്കരന്മാരുടെ പാശത്തിൽ നിന്ന് മുക്തനാക്കി. തഥാ അപ്പോൾ ഭവജ്ജനൈഹി നിവാരിതാഹ, അങ്ങനെ ഭഗവാന്റെ ആ പാർഷദന്മാരാൽ ഇങ്ങനെ തടയപ്പെട്ടപ്പോൾ തേജ ആ യമരാജ കിങ്കരന്മാരാകട്ടെ അവർ നിഖിലം തദീയ പാപം, ഈ അജാമിളന്റെ സകല പാപങ്ങളെ കുറിച്ചും നിവേദയൻ വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു.
വിവരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ അജാമിളനെ കയറുകൊണ്ട് കെട്ടിവലിക്കുന്ന ആ യമകിങ്കരന്മാരോട് അജാമിളനെ സ്വതന്ത്രനാക്കുവാന് ആജ്ഞാപിച്ചു എന്ന് മാത്രമല്ല അവനെ ബലമായി തന്നെ അവരിൽ നിന്ന് സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഭഗവാന്റെ കിങ്കരന്മാരാൽ അങ്ങനെ തടയപ്പെട്ടത് കണ്ടപ്പോൾ അവർ അജാമിളന്റെ സമസ്ത പാപത്തെയും വിഷ്ണുദൂതന്മാരോടായിട്ട് വിവരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അമുഞ്ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരു ദുർബലാധമി നിവാരിതാസ്തേജ ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. ശ്ലോകം 6. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേപി ഭോ ദണ്ഡ നമസ്തി പണ്ഡിത ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ അപി ദണ്ഡനം അസ്തി പണ്ഡിതഃ ന നിഷ്കൃതിഃ കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഇവിടെ ഇതി പ്രഭോ പുരുഷാഭിഭാഷിരേ, പ്രകാരമാണല്ലോ ഭഗവാനെ അങ്ങയുടെ ആ പാർഷദന്മാർ പറഞ്ഞത് എന്ന് പറയുകയാണ്. ഓ പണ്ഡിത, അല്ലയോ പണ്ഡിതന്മാരെ, പാപാനി ഭവന്തു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പാപം സംഭവിച്ചിരിക്കുന്നു, അജാമിളൻ മഹാപാപിയാണ്. പക്ഷേ നിഷ്കൃതേ കൃതേ, അയാൾ ആ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നാരായണ എന്നുള്ള ആ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? അത് ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? അയാൾ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കഥം തു ദണ്ഡനമസ്തി, വീണ്ടും ശിക്ഷ അനുഭവിക്കേണ്ടതിന്റെ ആവശ്യമെന്ത്? ഭവാദൃശാം, യമരാജകിങ്കരന്മാരായിട്ടുള്ള നിങ്ങൾ നിഷ്കൃതിഹി, ഈ പ്രായശ്ചിത്ത വിധികളെ കുറിച്ച് വിദധാനകിം, അത് മനസ്സിലാക്കിയിട്ടില്ലേ? അത് എന്തെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലയോ? ഇതി പ്രഭോ, ഇങ്ങനെയാണല്ലോ ഭഗവാനെ ത്വത്പുരുഷാഹ ബഭാഷിരേ, അങ്ങയുടെ ആ പാർഷദന്മാർ യമദൂതന്മാരോട് പറഞ്ഞത് എന്ന് പറയുകയാണ്. നാരായണ എന്നാൽ സർവവ്യാപിയായ ഭഗവാൻ വിഷ്ണുവിന്റെ പരബ്രഹ്മത്തിന്റെ നാമമാണ് നാരായണ എന്നുള്ളത്. നാര എന്നാൽ ജലം, ജലത്തിൽ നിന്നാണ് എല്ലാത്തിന്റെയും ഉത്ഭവം. അതുകൊണ്ട് തന്നെ നാരയിൽ വസിക്കുന്നവൻ, അല്ലെങ്കിൽ എല്ലാം തന്നിൽ ഉൾക്കൊള്ളുന്നവൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. ജീവിതത്തിൽ സമാധാനവും ഏകാഗ്രതയും മോക്ഷവും നൽകുവാൻ ഈ ഒരു മന്ത്രത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് പാർഷദന്മാർ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ യമരാജ കിങ്കരന്മാരല്ലയോ, നിങ്ങൾക്ക് നാരായണ മന്ത്രത്തിന്റെ ആ അർത്ഥം അറിയാത്തവരാണോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡ നമസ്തി പണ്ഡിത ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ തത്പുരുഷാ ബഭാഷിരേ. ശ്ലോകം 7. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാ വ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതോ നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാഹ വ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാ തു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. ശ്രുതി സ്മൃതിഭ്യാം, ശ്രുതികളിലും സ്മൃതികളിലും വിനിതാഹ വിധിച്ചിട്ടുള്ള, അതായത് ആ ശ്രുതികളിലും സ്മൃതികളിലും. തത്വചിന്തയിലെയും സാഹിത്യത്തിലെയും രണ്ട് പ്രധാന പ്രമാണ ഗ്രന്ഥങ്ങളാണ് ശ്രുതികളും സ്മൃതികളും എന്ന് പറയുന്നത്. ശ്രുതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ശ്രുതികൾ കേൾക്കുക, കേട്ടു മനസ്സിലാക്കിയത് എന്നാണ് ഈ ശ്രുതികളിലെ അർത്ഥം. അതായത് ഋഷീശ്വരന്മാർ തപസ്സിലൂടെ ഈശ്വരനിൽ നിന്ന് നേരിട്ട് കേട്ട് അറിഞ്ഞിട്ടുള്ള ആ ഒരു ദിവ്യജ്ഞാനമാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. ഋഷീശ്വരന്മാർ ഏകാഗ്രമായിരുന്ന തപസ്സിലൂടെ ഭഗവാനുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നുണ്ട്. നേരിട്ടുള്ള ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമ്മുടെ വേദങ്ങളാണ് അതിന്റെ ഉദാഹരണം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇവയെല്ലാം ശ്രുതികളിൽ ഉൾപ്പെടുന്നു. സ്മൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൃതി എന്ന് പറയുമ്പോൾ ആ വാക്കിനകത്തിൽ തന്നെയുണ്ട് സ്മൃതി, ഓർമ്മയിൽ നിന്ന് എഴുതിയത്. ഇതിഹാസങ്ങളെല്ലാം തന്നെ സ്മൃതികളാണ്. വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും
നിന്നുമുള്ള ആ ജ്ഞാനത്തെ ഓർത്തു വെച്ചിരുന്ന് പകർത്തിയവയാണ് ഇതിഹാസങ്ങൾ. അതുകൊണ്ട് തന്നെ അവ സ്മൃതികളാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ശ്രുതി സ്മൃതിഭ്യാം, ശ്രുതികളിലും സ്മൃതികളിലും വിനിതാഹ വിധിച്ചിട്ടുള്ള വ്രതാദയഹ വ്രതങ്ങൾ, അതായത് പ്രായശ്ചിത്ത രൂപത്തിലുള്ള ആ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ പാപം പുനന്തി, ആ പാപങ്ങൾ നശിക്കുന്നു. എന്നാൽ വാസനാം ന ലുനന്തി, ആ വാസനകൾ നശിക്കുന്നില്ല, പാപം ചെയ്യുവാനുള്ള ആ വാസന നശിക്കുന്നില്ല. ചെയ്തുപോയ പാപത്തെ കുറിച്ച് ശരിക്കും മനസ്താപത്തോടെ തന്നെ ഇനി അത് നമ്മൾ ആവർത്തിക്കില്ല എന്നുള്ള ഉദ്ദേശത്തോടെ, ഞാൻ ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ട് ഞാൻ അതിനുള്ള പ്രായശ്ചിത്തം ആചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പാപം കഴിഞ്ഞു. എന്നാൽ ആ പാപവാസന നശിക്കുന്നില്ല. അനന്ത സേവാത്തു, എന്നാൽ ഭഗവാനെ സേവ ചെയ്യുന്നതിലൂടെ ദ്വയീം, ഇവ രണ്ടും നികൃന്തതി, നശിപ്പിക്കുവാൻ സാധിക്കും. പാപത്തെയും പാപവാസനയെയും ഉന്മൂലനാശനം ചെയ്യുവാൻ സാധിക്കുന്നു. ഇതി പ്രഭോ, ഇങ്ങനെയാണ് പ്രഭോ ത്വത്പുരുഷാഹാബഭാഷിരേ, അങ്ങയുടെ പാർഷദന്മാർ യമദൂതന്മാർക്ക് ചൊല്ലിക്കൊടുത്തത്. അങ്ങനെ ശ്രുതികളിലും സ്മൃതികളിലും വിധിക്കപ്പെട്ടിരിക്കുന്ന വ്രതാദികൾ പാപത്തെ നശിപ്പിക്കുന്നു, എന്നാൽ പാപവാസനയെ നശിപ്പിക്കുന്നില്ല. എന്നാൽ ഭഗവത് സേവയാകട്ടെ പാപത്തെയും പാപവാസനയെയും ഒരേപോലെ ഉന്മൂലനാശനം ചെയ്യുന്നു എന്നിങ്ങനെ അങ്ങയുടെ ദൂതന്മാർ യമദൂതന്മാരോട് പ്രസ്താവിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനാം അനന്ത സേവാതു നികൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ശ്ലോകം 8. അനേന ഭോജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു വിനിഷ്കൃതീകൃത യദാഗ്രഹീന്നാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. അനേന ഭോ ജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അപി നിഷ്കൃതിഃ കൃത യത് അഗ്രഹീത് നാമ ഭയാകുലഃ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. ഓ അല്ലയോ യമകിങ്കരന്മാരെ, അനേന എന്ത് തന്നെയായാലും, അതായത് എന്തിന്റെ പേരിലാണോ ഇവൻ ആ മരണസമയത്ത് നാരായണ എന്ന് വിളിച്ചത്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ മരണസമയത്ത് അവസാന സമയം ഹരിനാമോച്ചാരണം ചെയ്യുക എന്നത് മോക്ഷത്തിന് കാരണമാണ്. പക്ഷെ നമുക്ക് ആർക്കും സാധിക്കാത്ത ഒന്നാണ്. ആ ഒരു അവസാന നിമിഷത്തിൽ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് പോകാന് സാധ്യമാകത്തില്ല. കാരണം അത് സാധ്യമാകണമെങ്കിൽ സർവദാ ഉച്ചരിച്ചുകൊണ്ടേ അങ്ങനെ ഇരിക്കണം. എങ്കിൽ മാത്രമേ അയ്യോ എന്ന് പറയുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ അമ്മേ എന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് നാരായണ എന്ന് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ എന്തെല്ലാം ചെയ്തോട്ടെ ശരിയാണ്, പക്ഷെ ആ മരണസമയത്ത് അവന്റെ നാവിൽ നിന്ന് വന്നത് നാരായണ എന്നാണ്. കാരണം അവൻ ആ നാരായണ എന്നുള്ള ആ ഒരു വാക്ക് അവൻ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. അതുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ അവന്റെ ഉള്ളില് ആ നാരായണ എന്ന് വന്നത്. നമുക്ക് വരുന്നത് എന്തായിരിക്കും? നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ അമ്മേ, അല്ലെങ്കിൽ അയ്യോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. അതാണ് പറയുന്നത്, അവൻ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അവന്റെ ആ മരണസമയത്ത് അവൻ ചെയ്തത് ഹരിനാമോച്ചാരണമാണ്. അത് ഒന്നുകൊണ്ട് മാത്രം ഇവൻ ജന്മസഹസ്രകോടിഭി 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത കൃതേഷു പാപേഷു സർവ പാപത്തിന്റെയും അഭി നിഷ്കൃതീകൃത, ആ പ്രായശ്ചിത്തമായി തീർന്നിരിക്കുന്നു. ഭയാകുലഹ, അവൻ ഭയന്നിട്ടാണ്, അവൻ ഭയപരവശനായിട്ടാണ്. അവൻ ഭയന്ന് പറഞ്ഞത് അയ്യോ എന്നല്ല, അയ്യോ ഓടിവാ മക്കളെ എന്നല്ല വിളിച്ചത്, ഹരേഹേ നാമ അഗ്രഹീത്, നാരായണ എന്നാണ്. ഇതി പ്രഭോ ത്വത്പുരുഷ ബഭാഷിരേ. ഇങ്ങനെയാണ് പ്രഭോ അങ്ങയുടെ പാർഷദന്മാർ ആ ദൂതന്മാരോട്, ആ യമദൂതന്മാരോട് പറഞ്ഞത്. അങ്ങനെ ഭയാകുലനായ ഇവൻ മരണസമയത്ത് പരവശനായിട്ടോ അല്ലാതെയോ എപ്രകാരമായാലും ആ ഹരിനാമോച്ചാരണം ഒന്നുകൊണ്ട് മാത്രം 1000 കോടി ജന്മങ്ങളിൽ അവൻ ചെയ്തു പോയ പാപത്തിന്റെ പ്രായശ്ചിത്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ ആ പാർഷദന്മാർ യമദൂതന്മാരോട് പറഞ്ഞു എന്ന് പറയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അനേന ഭോജന്മ സഹസ്രകോടിഭിഃ കൃതേഷു പാപേഷു അപി നിഷ്കൃതീകൃത യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. 9ാമത്തെ ശ്ലോകം. നൃണാമ ബുദ്ധ്യാപി മുകുന്ദകീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശ
യദാഗ്നിരേധാംസി യദൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ വ്യഭാഷിരേ. നൃണാം അബുദ്ധ്യാ അപി മുകുന്ദകീർത്തനം ദഹതി അഖൗഖാൻ മഹിമ അസ്യ താദൃശഃ യഥാ അഗ്നിഃ ഏതാംസി യഥാ ഔഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷ വ്യഭാഷിരേ. അബുദ്ധ്യ, ബുദ്ധിപൂർവമല്ലാതെ, നമുക്കറിയാം അബുദ്ധ്യ, അബുദ്ധികൾ, അതായത് ബുദ്ധിപൂർവമല്ലാതെ, ഓർക്കാപ്പുറത്ത്, അഭി എങ്കിലും, അതായത് അജാമിളൻ ആ സമയത്ത് ഭയന്നിട്ടാണ് വിളിച്ചത്. ബുദ്ധിപൂർവ്വം നേരത്തെ ആലോചിച്ച് കണ്ട് വിളിച്ചതല്ല, ആലോചിച്ച് തീരുമാനിച്ചതല്ല. കാരണം നാരായണ എന്നുള്ള ഒരു ജപത്തോടെ നമുക്ക് മോക്ഷം കിട്ടും എന്ന് ഉറപ്പിച്ച് നേരത്തെ ചിന്തിച്ചു കൂട്ടി വിളിച്ചതൊന്നുമല്ല. കാരണം പെട്ടെന്ന് ആ ഭയന്ന് വന്നത് ആ നാവിൻ തുമ്പത്ത് നാരായണ എന്നാണ്. കാരണം തുടർച്ചയായിട്ട് തന്റെ പുത്രനെ എങ്കിലും ആ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടേ ഇരുന്നതിന്റെ നമ്മൾ തുടർച്ചയായിട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് എപ്പോഴും വശമായി കിട്ടുക. അതുകൊണ്ടാണ് നാമസങ്കീർത്തനങ്ങൾ സദാസമയം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. കാരണം അവസാന നിമിഷത്തിൽ നമുക്ക് നമ്മുടെ നാവിൽ വഴങ്ങണമെങ്കിൽ അതേ പറ്റും. നമ്മൾ എപ്പോഴും ഒന്നുകിൽ അയ്യോ എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ അമ്മേ എന്നായിരിക്കും വിളിക്കുക. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നാരായണ എന്ന് വരൂല്ല. അത് ശീലിച്ചിട്ടില്ല എന്നത് തന്നെ കാരണം. അതാണ് ഇവിടെ പറയുന്നത്. അബുദ്ധിയ, ബുദ്ധിപൂർവമല്ലാതെ, ഓർക്കാപ്പുറത്ത്, അഭി ആണെങ്കിലും, മുകുന്ദകീർത്തനം നൃണാം, മുകുന്ദകീർത്തനം ഭഗവാന്റെ കീർത്തനം നൃണാം മനുഷ്യർക്ക് അഖൗഖാൻ സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. എങ്ങനെയെന്നാൽ അതിനൊരു ഉദാഹരണം പറയുകയാണ്. യഥാ അഗ്നിഹി, എപ്രകാരമാണോ അഗ്നി ഏതാംസി വിറകിൻ കൂട്ടത്തെ കത്തിക്കുന്നത്. അതായത് ബുദ്ധിപൂർവമല്ലാതെ ഒരുവൻ വിറകിന് തീ കൊളുത്തിയാൽ അത് എപ്രകാരമാണോ കത്തിയെരിയുന്നത്. യഥാ ഔഷധം ഗദാൻ, എപ്രകാരമാണോ ഒരു രോഗം വന്നാൽ ഔഷധം സേവിക്കുന്നത്, അതിന്റെ ഫലമായിട്ട് നമുക്ക് എപ്രകാരമാണോ ആ രോഗത്തിന് ശാന്തി കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഔഷധ സേവ കൊണ്ട് നമുക്ക് ശാന്തി കിട്ടുന്നത് എന്താണ്? നമ്മുടെ ആ വിശ്വാസമാണ്. നമ്മൾ വിശ്വാസപൂർവ്വം ഒരു മരുന്ന് കഴിക്കുന്നു, അതെന്റെ അസുഖം മാറും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ കഴിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും. അതില്ല, ഇത് കഴിച്ചിട്ടങ്ങ് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു നോക്കിക്കേ, അതുകൊണ്ട് യാതൊരു പ്രയോജനം നമുക്ക് കിട്ടാനും പോകുന്നില്ല എന്ന് പറയുന്നത് പോലെ എപ്രകാരമാണോ ഔഷധം സേവിച്ച് ആ രോഗത്തിന് ശമനം ഉണ്ടാകുന്നത് എന്നതുപോലെ വിശ്വാസത്തോടെ സമർപ്പിച്ച് ചെയ്താൽ തഥാദഹന്തി, ആ മുകുന്ദനാമ സങ്കീർത്തനം അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിച്ചാലും മനുഷ്യന്റെ സകല പാപങ്ങളെയും എരിച്ചു കളയുന്നത്. അസ്യ മഹിമ തഥാദൃശഃ, ആ നാമസങ്കീർത്തന്റെ മഹിമ ഇപ്രകാരം തന്നെയാണ്. ഇതി പ്രഭോ പുരുഷാ വ്യഭാഷിരേ, എന്നിപ്രകാരം പ്രഭു അങ്ങയുടെ ദൂതന്മാർ യമദൂതന്മാർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. നൃണാമബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യഘൗഖാൻ മഹിമാസ്യ താദൃശ യദാഗ്നിരേധാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ വ്യഭാഷിരേ. ശ്ലോകം 10. ഇതീരിതേയാമ്യഭടൈരപാശ്രിതേ ഭവത്പടാനാം ജഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവത്ഭടൈരസൗ. ഇതി ഈരിതൈഃ യാമ്യഭടൈഃ അപാശ്രിതേ ഭവത്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചനകാലം ആചരൻ ഭവത്പദം പ്രാപി ഭവത്ഭടൈഃ അസൗ. ഇതി ഈരിതൈഃ, ഇപ്രകാരം പാർഷദന്മാരാൽ പറയപ്പെട്ടപ്പോൾ യാമ്യഭടൈഹി, ആ യമകിങ്കരന്മാർ അപാശ്രിതേ അന്തർദാനം ചെയ്തു. ഭവത്ഭടാനാം ഗണേ, വിഷ്ണു പാർഷദന്മാരും തിരോഹിതേജ, അവരും ആ അവസരത്തിൽ അപ്രത്യക്ഷരായി. അസൗ, ആ അജാമളനാകട്ടെ ഈ സംഭാഷണങ്ങളെല്ലാം ശ്രവിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. കാരണം മരണത്തിലുമല്ല ജീവിതത്തിലുമല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്, അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന അജാമിളൻ കഞ്ചനകാലം, പിന്നീട് കുറച്ചു കാലം ഭഗവത് സ്മൃതി ആചരൻ, ഭഗവാന്റെ ആ സ്മൃതിയിൽ തന്നെ കഴിച്ചുകൂട്ടി, ഭഗവാന്റെ ചിന്തയിൽ മാത്രം മുഴുകി ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. അനന്തരം അങ്ങനെ കുറെ കാലം ഭഗവാന്റെ സ്മരണയിൽ തന്നെ കഴിഞ്ഞു. അവസാനം ആ മരണസമയമായി. ആ സമയത്താണ് ഭവത്പടൈഹി, ഭഗവാന്റെ ആ പാർഷദന്മാര് തന്നെ, അതായത് പാർഷദന്മാർ പോകും മുമ്പേ അജാമളനോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നിനക്ക് സമയമായിട്ടില്ല, നിന്റെ സമയത്ത് ഞങ്ങൾ തന്നെ വന്ന് നിന്നെ
കൊണ്ടുപോയിക്കൊള്ളും എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ പാർഷദന്മാര് തന്നെ വന്നിട്ട് ഭഗവാന്റെ ആ ഒരു സാരൂപ്യം നൽകിക്കൊണ്ട് ഭവത്പദം പ്രാപി, ഭഗവാന്റെ ആ പരമമായ പദം, ആ വൈകുണ്ഠ പദം പ്രാപിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. യാമ്യഭടൈരപാശ്രിതേ ഭവത്പടാനാം ജഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവത്പടൈരസൗ. 11-ാമത്തെ ശ്ലോകം. സ്വകിങ്കരാവേദന ശങ്കിതോ യമ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാ നശിശിക്ഷതുജ്ജഗൈ സദേവ വാദാലയനാഥ പാഹി മാം. കിങ്കര ആവേദന ശങ്കിതഃ യമഃ ത്വദ് അംഘ്രിഭക്തേഷു ന ഗമ്യതാം ഇതി സ്വകീയഭൃത്യാൻ അശിശിക്ഷത് ഉച്ചകൈഃ സഹ ദേവ വാദാലയനാഥ പാഹി മാം. യമഃ സ്വകിങ്കര ആവേദനം. യമരാജനോട് സ്വന്തം ഭൃത്യന്മാർ തിരിച്ചു വന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു കേൾപ്പിച്ചപ്പോൾ യമരാജനാകെ ഭയന്നുപോയി. ഭഗവാന്റെ ഭക്തന്മാരെ തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ഇവരത് വേണ്ടും വേണ്ടും ചെയ്തില്ലേ, ഇവർ ചെയ്ത അപരാധം തന്റെ തെറ്റായി എണ്ണപ്പെടുമല്ലോ എന്ന് ശങ്കിച്ചിട്ട് ത്വദംഘ്രിഭക്തേഷു, ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഭക്തരായിരിക്കുന്നവരുടെ നേർക്ക് നഗമ്യതാം, പോകുവാൻ പാടില്ല. ഇതി സ്വകീയ ഭൃത്യാൻ, ഇപ്രകാരം സ്വന്തം ഭൃത്യന്മാരോട് ഉച്ചകൈഹി, അതിശക്തമായി അശിശിക്ഷത്, ആജ്ഞാപിച്ചു. ഹേ വദാലയനാഥ, അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, സഹ ത്വം, ഇങ്ങനെ അജാമിളനെ പോലും സന്മാർഗിയാക്കി മാറ്റി പരമപദം നൽകിയ അല്ലയോ ഭഗവാനെ, അങ്ങ് മാം പാഹി, എന്നെയും പരിപാലിച്ചു കൊള്ളേണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ മേൽപ്പത്തൂർ അവസാനിപ്പിക്കുകയാണ്. സോഹിംഗരാവേദന ശങ്കിതോ യമ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ഛകൈ സദേവ വാദാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.